നോക്കൂ കെ മുരളീധരൻ, താങ്കൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നന്നായി പഠിക്കുകയും സ്വാഭാവികമായും കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തോളം താങ്കൾ സജീവ രാഷ്ട്രീയത്തിലുള്ളതുമാണ്. ആ, എങ്ങനെയാണ് കേരളത്തിലെ BJP-യുടെ സാധ്യത? 2 തവണയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നത്. ഒരു സ്ഥാനാർത്ഥിയെ പോലും ദേശീയതലത്തിൽ പ്രഖ്യാപിക്കാതെയും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും ഒക്കെ തന്നെയും ഞങ്ങളുടെ A+ മണ്ഡലങ്ങളാണ് എന്ന് BJP നല്ല കോൺഫിഡൻസോടു കൂടിയാണല്ലോ BJP ഇവിടെ പ്രചരണം നടത്തുന്നത്. എന്താണ് ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം, കെ മുരളീധരൻ? 2014 അന്ന് കേന്ദ്രം ഭരിച്ച UPA സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ടായ കാലഘട്ടത്തിൽ പോലും അത് കേരളത്തിൽ മുതലാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ BJP ഏറ്റവും ശക്തമായ പ്രചരണം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്താണ്. രാജഗോപാലിനെ പോലൊരു സീനിയർ നേതാവിനെ തന്നെ അവിടെ മത്സരിക്കാൻ നിർത്തി. പക്ഷേ അവരുടെ എല്ലാ ആയുധങ്ങളെടുത്ത് പ്രയോഗിച്ചിട്ട് പോലും ഒരു നേരോ മാർജിനാണെങ്കിലും തിരുവനന്തപുരത്ത് അന്ന് UDF ആണ് ജയിച്ചത്. ഇന്ന് കേന്ദ്ര വിരുദ്ധ സമീപനമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. കഴിഞ്ഞ 10 വർഷം അവർ കാണിച്ച വെറും വർഗീയമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളും സർക്കാരിന് പറയത്തക്ക ഒരു നേട്ടങ്ങളും ചൂണ്ടിക്കാണിക്കാനില്ലാത്തതുമായൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്ര തന്നെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചാലും എന്തെല്ലാം ഷോ കാണിച്ചാലും ശരി, ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കതിൽ 100% ഉറപ്പുണ്ട്. ഒരു പക്ഷേ തിരുവനന്തപുരത്തോ മറ്റവർക്ക് 2ാം സ്ഥാനം കിട്ടിയേക്കാം. തൃശ്ശൂരിൽ പോലും അവർക്ക് 2ാം സ്ഥാനം കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷേ അതിനൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് BJPക്ക് അല്പം പ്രതീക്ഷ കേരളത്തിൽ നൽകുന്നുണ്ട്. പക്ഷേ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി തീരും. ഏതൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാലും BJP കേരളത്തിൽ ജയിക്കില്ല. അത് ഞങ്ങൾക്ക് 101% ഉറപ്പാണ്. ഇന്ത്യ മുന്നണിയുമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി. അതിൻ്റെ ചെയർപേഴ്സൺ മല്ലികാർജുൻ ഖാർഗെയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ CPM ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ പോലെ ചേർന്നിട്ടില്ല, സഹകരിക്കും എന്ന നിലയാണ് ഉള്ളത്. നോക്കൂ, ഇനിയൊരു ഘട്ടം വന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലോ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ ഒക്കെ തന്നെയും ഒരു മത്സര ചിത്രം അങ്ങ് മാറി എന്ന് വിചാരിക്കുക, BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പരസ്പരം വോട്ട് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് LDFും UDFും നടത്താൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനും തയ്യാറാണോ കോൺഗ്രസ്? ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ കേരളത്തിൽ LDFും UDFുമായിട്ടാണ് മത്സരം. ഇവിടെ BJP ഒരു പ്രധാന ഘടകമല്ല. എന്നാൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അവർക്ക് 2ാം സ്ഥാനം ലഭിക്കുന്നുണ്ട്. ഇത്തവണ അതിശക്തമായിട്ടുള്ള എത്ര മത്സരം അവർ കാഴ്ചവെച്ചാലും ശരി, കേരളത്തിൽ UDFനായിരിക്കും വിജയസാധ്യത. ഒരു കാര്യമുണ്ട്, നമ്മുടെ ജനങ്ങളുടെ ഒരു മനസ്സ് മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും കാരണവശാൽ BJP വിജയിക്കുമെന്നൊരു ഘട്ടം വന്നാൽ BJPയെ തോൽപ്പിക്കാൻ ആ നിയോജകമണ്ഡലത്തിൽ ആരാണ് ഏറ്റവും യോഗ്യരായത് അവർക്ക് വോട്ട് ചെയ്ത ഒരു പാരമ്പര്യവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ UDFും LDFും ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അതൊക്കെ അതനുസരിച്ച് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP കേരളത്തിൽ ജയിക്കില്ല എന്നുള്ള കാര്യം. താങ്കളുടെ അനുഭവം നിയമസഭാ സീറ്റിൽ അതാണോ? അതായത് ജയിക്കാൻ സാധ്യതയുള്ളത് വി ശിവൻകുട്ടിയാണെന്ന് കണ്ട് കോൺഗ്രസ്സുകാരും വി ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാമോ? കോൺഗ്രസ്സുകാരല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഈ രംഗം വീക്ഷിച്ച സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരിക്കാം. അത് 2016 നിയമസഭയിൽ വട്ടിയൂർക്കാവിലും അതിൻ്റെ പ്രയോജനം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനാണ് കൂടുതൽ BJP അവിടെ തോൽപ്പിക്കാൻ നല്ല കാൻഡിഡേറ്റ് എന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും പ്രത്യേകിച്ച് നേതാക്കൾ പറയേണ്ട ആവശ്യമില്ല. നേതാക്കൾ എന്ത് പറഞ്ഞാലും ശരി, BJPയെ തോൽപ്പിക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥികൾക്ക് ജനം വോട്ട് ചെയ്യും.